റഷ്യൻ സുന്ദരിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന മലേഷ്യൻ രാജാവിന് പകരക്കാരനെ കണ്ടെത്തി രാജകുടുംബം. സ്ഥാനമൊഴിഞ്ഞ മുഹമ്മദ് അഞ്ചാമന്റെ സ്ഥാനത്ത് ഇനി സുൽത്താൻ അബ്ദുള്ള അൽത്താൻ അഹമ്മദ് ഷാ ആകും മലേഷ്യൻ ഭരണത്തിന്റെ കിരീടം ചൂടുക. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയുടെ മേൽനോട്ട സമിതി അംഗവും ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റുമായ ഷാ മികച്ചൊരു അത്ലറ്റ് കൂടിയാണ്. 5 വർഷമാണ് പുതിയ രാജാവിന്റെ കാലാവധി. ഈ മാസം 31-ന് ഷായുടെ സ്ഥാനാരോഹണം നടക്കും. മുഹമ്മദ് അഞ്ചാമൻ ഒഴികെയുള്ള 8 മലയ പ്രവിശ്യകളുടെ തലവന്മാരിൽ നിന്നാണ് രാജാവിനെ തെരഞ്ഞെടുത്തത്. പഹാങ് പ്രവിശ്യ തലവനായിരുന്നു സുൽത്താൻ അബ്ദുള്ള. റഷ്യൻ സൗന്ദര്യ റാണിയും റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ താരവുമായ ഓക്സാന ബിവോഡിനയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ 49-കാരനായ സുൽത്താൻ മുഹമ്മദ് അഞ്ചാമന് ഏറെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. ഇതിന് പിന്നാലെ സഹമത്സരാർത്ഥിയുമായി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നതും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കവേ ചികിത്സാർത്ഥം രാജ്യം വിട്ട സുൽത്താൻ മുഹമ്മദ് അഞ്ചാമൻ വൈകാതെ സ്ഥാനമൊഴിയുകയായിരുന്നു. 3 വർഷം കാലാവധി ശേഷിക്കെയാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. പാർലമെന്റിലാണ് മലേഷ്യയിൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. അതിനാൽ തന്നെ രാജാവിൻ്റേത് ആലങ്കാരിക പദവിയാണ്. മലേഷ്യൻ രാജാവിന്റെ സ്ഥാനം തെറിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഭാര്യ ഓക്സാന ബിവോഡിന ഗർഭിണിയാണെന്നും സ്ഥിരീകരണം വന്നിരുന്നു. സുൽത്താൻ മുഹമ്മദ് അഞ്ചാമൻ രാജാവ് സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് വാർത്ത പുറത്തുവരുന്നത്. മാത്രമല്ല, രാജാവും സൗന്ദര്യ റാണിയും വിവാഹ ദിനത്തിൽ ആടിപ്പാടുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. രാജാവ് വിവാഹം ചെയ്ത റഷ്യൻ സൗന്ദര്യ റാണിയും റിയാലിറ്റി ഷോ താരവുമായ ഓക്സാന ഒരു റിയാലിറ്റി ഷോയിൽ സഹമത്സരാർത്ഥിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ പുറത്തായതോടെയാണ് രാജാവിന് കുരുക്ക് വീണത്. രാജാവ് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ വടക്കൻ പ്രവിശ്യയായ പെരക്കിലെ സുൽത്താൻ നസ്രീൻ ഷാ ആണ് താൽക്കാലികമായി പദവി വഹിച്ചിരുന്നത്. നവംബർ മുതൽ ചികിത്സാർത്ഥം അവധിയിലായിരുന്ന സുൽത്താൻ മുഹമ്മദ് അഞ്ചാമൻ റഷ്യൻ സൗന്ദര്യ റാണിയും റിയാലിറ്റി ഷോ താരവുമായ ഓക്സാന ബിവോഡിനയെ വിവാഹം ചെയ്തതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2015-ലെ മിസ് മോസ്കോ ആയ ഓക്സാന ഇസ്ലാം മതം സ്വീകരിച്ചതായും പറയുന്നു. എന്നാൽ ഈ വാർത്തയോട് രാജകുടുംബം പ്രതികരിച്ചിട്ടില്ലായിരുന്നു. 5 വർഷം രാജാവായി വാഴേണ്ടിയിരുന്ന ഇദ്ദേഹം പൊടുന്നനെ സ്ഥാനമൊഴിഞ്ഞതിന്റെ കാരണം കൊട്ടാരം ഔദ്യോഗികമായി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. മലേഷ്യൻ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു രാജി ഇതാദ്യമായാണ്. മലേഷ്യയിലെ നോർത്ത് ഈസ്റ്റ് കെലൻടാൻ സ്റ്റേറ്റിലെ ഭരണാധികാരിയായി സുൽത്താൻ അധികാരമേറ്റിരുന്നത് 2016 ഡിസംബറിലായിരുന്നു. മലേഷ്യയിൽ ചെറുപ്പത്തിൽ രാജാവാകുന്നവരിൽ ഒരാളെന്ന ബഹുമതിയും ഇതിലൂടെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു സുൽത്താൻ മുഹമ്മദ് റഷ്യൻ സുന്ദരി ഓക്സാനയെ ആഡംബരപൂർണമായ ചടങ്ങിൽ വിവാഹം ചെയ്തത്. രാജാവിനെ വിവാഹം ചെയ്യുന്നതിനായി ഓക്സാന തന്റെ മോഡലിംഗ് കരിയർ പോലും ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ TV ഷോയിൽ പങ്കെടുക്കുന്നതിനിടെ മറ്റൊരു മത്സരാർത്ഥിയുമായി സ്വിമ്മിംഗ് പൂളിൽ ഓക്സാന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ പുറത്തായതാണ് രാജാവിന്റെ കിരീടം തെറിപ്പിക്കുന്നതിന് വഴിയൊരുക്കിയിരിക്കുന്നത്. സ്ഥാനമൊഴിഞ്ഞ മുഹമ്മദ് അഞ്ചാമന്റെ സ്ഥാനത്ത് ഇനി സുൽത്താൻ അബ്ദുള്ള അൽത്താൻ അഹമ്മദ് ഷാ ആകും മലേഷ്യൻ ഭരണത്തിന്റെ കിരീടം ചൂടുക. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയുടെ മേൽനോട്ട സമിതി അംഗവും ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റുമായ ഷാ മികച്ചൊരു അത്ലറ്റ് കൂടിയാണ്. 5 വർഷമാണ് പുതിയ രാജാവിന്റെ കാലാവധി. ഈ മാസം 31-ന് ഷായുടെ സ്ഥാനാരോഹണം നടക്കും.